2016 മെത്രാൻ കായൽ പോലെയാകുമോ 2024 പാലക്കാട്ട് ബ്രുവറീസ് എന്ന ചോദ്യമാണ് ഇപ്പോൾ മനസ്സിലുയരുന്നത്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് അനുമതി കൊടുത്ത മെത്രാൻ കായൽ ടൂറിസം പദ്ധതി ആ തെരഞ്ഞെടുപ്പിൽ ആ സർക്കാരിൻ്റെ ചീട്ടുകീറിയ ഒരു പ്രധാന ഘടകമായി മാറിയെങ്കിൽ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏതാണ്ട് 1-1.5 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അനുമതി നൽകിയിരിക്കുന്ന പാലക്കാട്ടെ ബ്രുവറീസ് പദ്ധതി സർക്കാരിന് വിനാശകരമാകുമോ എന്നതാണ് ആ ചോദ്യം. പാലക്കാട് എലപ്പുള്ളിയിൽ 600 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പുതിയ എത്തനോൾ മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് സർക്കാർ കൊടുത്തിരിക്കുന്ന അനുമതി അതിപ്പോൾ ഒരു വൻ വിവാദമായിട്ട് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിച്ച വകയിൽ 10.23 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അവരുടെ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ നിയമസഭയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന വൈദ്യുതി നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതാണ്. ആ കച്ചവടത്തിന് ഒരു ഇടനിലക്കാരനെ കൊണ്ടുവരുന്നതിന് സർക്കാർ ആലോചിക്കുന്നു. അതുവഴി ഒരു 58.57 കോടി രൂപയുടെ അധിക ചെലവ് KCBക്ക് അല്ലെങ്കിൽ വൈദ്യുതി ബോർഡിന് ഉണ്ടാവാൻ പോവുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് 74 സ്ഥലങ്ങളിൽ പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അല്ലെങ്കിൽ അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വക ഒത്തിരി തീരുമാനങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ 600 കോടി രൂപയുടെ ബ്രുവറീസ് പദ്ധതി ഒരു വലിയ വിവാദ വിഷയമായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നത്. നിയമസഭയിലും പുറത്തും അതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ആ ഗവൺമെന്റ് അഭിമുഖീകരിച്ച അതേ സാഹചര്യമാണ് ഇപ്പോൾ പിണറായി സർക്കാരും നേരിടുന്നത്. അല്ലെങ്കിൽ അതേ വഴിയിലൂടെയാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാരും സഞ്ചരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട്ടെ എലപ്പുള്ളിയിൽ എത്തനോൾ മദ്യ കമ്പനി തുടങ്ങുന്നതിന് പഞ്ചാബിലെ ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന് പറയുന്ന സ്ഥാപനം അവിടുത്തെ ഒരു അകാലിദൾ നേതാവിൻ്റെതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വിവാദ വിഷയമായി നിൽക്കുന്ന ഡൽഹിയിലെ മദ്യനയ കേസ്, അരവിന്ദ് കെജ്രിവാളും മറ്റും പ്രതിയായ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട കമ്പനിയാണിത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കമ്പനിക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ആരോപണം ടെൻഡർ കൂടാതെ ഇവർക്ക് ലൈസൻസ് നൽകി എന്നുള്ളതാണ്. പാലക്കാട് നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ സ്ഥാപനം നൽകാൻ അനുമതി നൽകുമ്പോൾ അക്കാര്യത്തിൽ മറ്റാർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? ഗവൺമെന്റ് പറയുന്നത് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന് പറയുന്ന കമ്പനിയെ സർക്കാർ തിരഞ്ഞെടുത്തു? എങ്ങനെയാണ് അവർക്ക് ലൈസൻസ് കൊടുത്തത്? അത് ഏത് സാഹചര്യത്തിലായിരുന്നു? അതാണ് ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ നിർദ്ദിഷ്ട കമ്പനി വൻതോതിൽ നടത്താൻ പോകുന്ന ജലചൂഷണമാണ്. നമുക്കറിയാം, പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ്. അവിടുത്തെ ഏക ജലസ്രോതസ് എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ്. അവിടുത്തെ ജലം ആ ജില്ലയിലെ കുടിവെള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ ജലസേചന ആവശ്യങ്ങൾക്കും മതിയാകാതെ വരുമ്പോഴാണ് ഈ കമ്പനിക്ക് വലിയ തോതിൽ ജലം നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിരിക്കുന്നത്. ഇതിനിടെ ജല അതോറിറ്റി അങ്ങനെ ഒരു സമ്മതം നൽകിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് ഈ മദ്യ കമ്പനിക്ക് ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമായിട്ട് വരും. അത് എന്താണെങ്കിലും സർക്കാർ കൊടുത്തേ പറ്റൂ. സർക്കാർ കൊടുക്കാം എന്ന ധാരണയിലാണ് ലൈസൻസ് നൽകിയിരിക്കുന്നത്. അവിടെ കിൻഫ്ര പാർക്കിന് വേണ്ടി സർക്കാരിൻ്റെ സ്ഥാപനമാണല്ലോ, അവിടെ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം നൽകാമെന്ന് അതോറിറ്റി നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അത് പൂർത്തിയായിട്ടൊന്നുമില്ല. ആ 10 ലക്ഷം ലിറ്ററിൽ നിന്ന് 5 ലക്ഷം കൊടുക്കാം. കിൻഫ്രയ്ക്ക് വേണ്ടത് 10 ലക്ഷമാണ്. അതിൽ നിന്ന് 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിൻഫ്ര എന്ത് ചെയ്യും? അപ്പൊ കിൻഫ്രയെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടും ഈ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്.
ഇവിടെ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, സർക്കാരിൻ്റെയാണ്. അവരാണ് ജവാൻ എന്ന് പറയുന്ന മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. വില കുറഞ്ഞ, അതേസമയം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മദ്യമാണ് ജവാൻ. അത് റമ്മാണെന്ന് തോന്നുന്നു. അവർ എത്രയോ വർഷങ്ങളായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 4 വർഷമായിട്ട് കുറച്ചു വെള്ളം അവർക്ക് നൽകണമെന്ന് നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അത് നൽകാതെ, സർക്കാർ സ്ഥാപനമാണെന്ന് ആലോചിക്കണം, പഞ്ചാബിലെ ഏതെങ്കിലും അകാലിദൾ നേതാവിൻ്റെ അല്ല, നമ്മുടെ ഗവൺമെന്റിൻ്റെയാ. അതിന് പോലും ജലം നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ സ്വകാര്യ കമ്പനിക്ക് മദ്യനിർമ്മാണത്തിന്, അല്ല അത്യാവശ്യ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനല്ല കേട്ടോ, മദ്യനിർമ്മാണത്തിന് ദിവസം 5 ലക്ഷം ലിറ്റർ വെള്ളം നൽകാമെന്ന് സർക്കാർ സമ്മതിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലാച്ചിമടയെ കൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. കൊക്കക്കോള കമ്പനിക്കെതിരായിട്ട്, അവരുടെ ജല ചൂഷണത്തിനെതിരായിട്ട് ആരാ സമരം നടത്തിയത്? ഇന്നത്തെ ഇടതുമുന്നണി ആയിരുന്നില്ലേ? അവരെ കെട്ടുകെട്ടിച്ചില്ലേ? ഇപ്പൊ ഈ മദ്യ കമ്പനി വന്നാൽ തൊഴിൽ വരുമെന്നാണ് പറയുന്നത്. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി തൊഴിൽ കൊടുത്തിരുന്നില്ലേ? അവിടെ പണിയെടുത്തിരുന്നവരൊക്കെ തൊഴിൽ രഹിതരായില്ലേ? അവിടെ ഒരു സ്ഥാപനം തുടങ്ങിയതാ, പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാ. അതിനെതിരെ സമരം ചെയ്ത് അത് പൂട്ടിച്ച ഇടതുപക്ഷ മുന്നണി ഇപ്പൊ സമാനമായ ജലചൂഷണം നടത്താൻ പോകുന്ന ഒരു കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. അതിന് പിന്നാലെയാണ് 74 പുതിയ ബിയർ വൈൻ പാർലർ ലൈസൻസുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും ഒരു കുറുക്കുവഴിയിലൂടെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 89 സ്ഥലങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇത്രയ്ക്കൊക്കെ വിനോദസഞ്ചാര സാധ്യതകളുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. പുതുതായിട്ട് 89 സ്ഥലങ്ങൾ ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച പിന്നെ അവിടെ ബിയറെങ്കിലും കൊടുക്കണമല്ലോ, ബിയറും വൈനുമെങ്കിലും വേണമല്ലോ. അതിൻ്റെ മറവിൽ 74 പുതിയ ലൈസൻസുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു ബാർ ലൈസൻസ് കൊടുത്താൽ തന്നെ അത് അഴിമതിയാണ്. അതിൻ്റെ പിന്നിൽ കോടികൾ മറിയും, എങ്കിലേ ഒരു ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോഴാണ് 74 ബിയർ വൈൻ പാർലർ ലൈസൻസുകൾ നമ്മൾ നൽകാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ എത്ര കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ കച്ചവടം നടക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോൾ നമ്മൾ സംസാരിച്ച 2 വിഷയങ്ങളും എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇപ്പോഴത്തെ മറ്റൊരു വിചിത്ര തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ട വൈദ്യുതിയുടെ 70% പുറത്തുനിന്ന് വാങ്ങുക. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്കിവിടെ ലോഡ് ഷെഡിങ് ഇല്ല, അല്ലെങ്കിൽ കറണ്ട് കട്ടില്ല, ഇതൊക്കെ നമ്മളിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ വൈദ്യുതി വകുപ്പിന്റെ വലിയൊരു കാര്യക്ഷമത കൊണ്ടാണെന്നൊക്കെയാണല്ലോ കരുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക നമ്മുടെ ആവശ്യത്തിന്റെ 70% വൈദ്യുതി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന, കടം വാങ്ങുന്നതല്ലത്. പക്ഷെ ഇപ്പൊ ആ കച്ചവടത്തിന് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വൈദ്യുതി ബോർഡിൽ നിന്നോ മറ്റോ വൈദ്യുതി വാങ്ങുന്നതിന് ഒരു ഇടനിലക്കാരനെ വെക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നു, ഒരു ഏജന്റ്. അതെന്തിനാ? നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് എന്തിനാ ഒരു ഏജന്റ്? ദോഷം പറയരുതല്ലോ, സ്വകാര്യ സ്ഥാപനമല്ല കേട്ടോ. NTPCയുടെ ഒരു ഉപ കമ്പനിയാണ്, വിദ്യുത് വ്യാപാർ നിഗം എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. എന്തിനാണ് നമ്മൾ വാങ്ങുന്ന വൈദ്യുതിക്ക് ഇത്തരത്തിലൊരു ഏജൻസിയെ വെക്കുന്നത്? നമ്മൾ വാങ്ങുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും ഈ ഏജൻസിക്ക് ഏതാണ്ട് 5 പൈസ മുതൽ 10 പൈസ വരെ കമ്മീഷൻ കൊടുക്കണം. അതാണത്രേ ഈ ഡീലിന്റെ പിന്നിലുള്ള ധാരണ. ഒരു വർഷത്തെ നമ്മുടെ വൈദ്യുതി വാങ്ങലിന്റെ കണക്കെടുക്കുമ്പോൾ 43.57 കോടി രൂപ ഈ കമ്മീഷൻ ഇനത്തിൽ ഈ ഏജൻസിക്ക് നൽകേണ്ടി വരും. കമ്മീഷൻ മാത്രം പോരാ, കൺസൾട്ടൻസി ഫീസ്. എന്ത് കൺസൾട്ട് ചെയ്യുന്നതിനാ? അതൊരു 15 കോടി രൂപ. അങ്ങനെ മൊത്തത്തിൽ ഒരു 58.57 കോടി രൂപ അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിലെ സിസ്റ്റം ഓപ്പറേഷൻസ് വഴിയാണ് നമ്മളിപ്പോൾ ഈ വൈദ്യുതി വാങ്ങുന്നത്. നയാ പൈസ ചെലവില്ലാതെ നടക്കുന്ന ഒരു കച്ചവടമാണ്. അതിലേക്കാണ് ഈ 58 കോടി രൂപ ചെലവ് ചെയ്ത് ഒരു ഏജൻസിയെ വയ്ക്കുന്നതിന് സർക്കാർ ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ അധിക ചെലവ് ആരുടെ തലയിലാണ് വരുന്നത്? വൈദ്യുതി ഉപഭോക്താക്കളായ നമ്മളെ സാധാരണക്കാരുടെ മേലാണ്. KEC ബോർഡ് ലാഭത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വൈദ്യുതിയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പുതിയ അധിക ചെലവ് 58.57 കോടി രൂപ. അപ്പോഴാണ് ഒരു പഴയ കച്ചവടത്തിന്റെ കണക്കുകൾ, അണിയറ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിച്ചല്ലോ, ആ വകയിൽ 10.23 കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. പറയുന്നത് ആരാ?
സർക്കാരിന്റെ കണക്ക് നോക്കുന്ന ഏജൻസി തന്നെയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ 10 കോടിയിൽ പരം രൂപയുടെ അഴിമതി. മാർക്കറ്റിൽ കിട്ടുന്ന വിലയേക്കാൾ 300% കൂടുതൽ വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിച്ച വകയിൽ ഇത്രത്തോളം അഴിമതി നടന്നുവെന്ന് സർക്കാരിന്റെ ഏജൻസി തന്നെ, സർക്കാരിന്റെ കണക്കപ്പുള്ളവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിപ്പോ നിയമസഭയിൽ ആ റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് അതിന്റെ 300 ഇരട്ടി രൂപയ്ക്ക് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. മാർക്കറ്റ് വിലയ്ക്ക് PPE കിറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് സർക്കാരിന് ഒരു സ്ഥാപനം നൽകിയ കത്ത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ഒരു കേസ് ഇപ്പോൾ ലോകായുക്തയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. അതിന്റെ കണക്കുകൾ വിളിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പുതിയ കടുംവെട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ബ്രൂവറീസ്, ബിയർ ആൻഡ് വൈൻ പാർലർ, അതുപോലെ തന്നെ വൈദ്യുതി വാങ്ങിക്കുന്നതിന് ഏജൻസി. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞല്ലോ. അന്ന് ഈ ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ കൊഴുത്തു നിൽക്കുകയായിരുന്നു. അതിന് തീ കത്തിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സർക്കാർ അവസാനമെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. ഇന്നും അതുപോലെയാ. ഈ സർക്കാരിനെതിരായ ജനവികാരം ഏതാണ്ട് ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ സംഭവവികാസങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാദ വിഷയമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. ഈ മെത്രാൻ കായൽ വിവാദം എന്താണെന്ന് ഓർമ്മയില്ലേ? കുമരകം വില്ലേജിലെ മെത്രാൻ കായൽ അഥവാ സെമിനാരി കായൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ 378 ഏക്കർ നികത്തി ഒരു വൻകിട ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി നൽകി. ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നീട് അത് പല കൈമറിഞ്ഞ് ഇപ്പൊ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. റെക്കിൻഡോ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് അന്ന് ഈ ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകിയത്. ഇത് അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വന്ന കാര്യമാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിനുള്ള അജണ്ട പേപ്പേഴ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല, അതിന് പുറത്തു വന്നതാ. അങ്ങനെയാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഇത് വലിയ ഒരു വിവാദ വിഷയമായി. അതുപോലെ കടമക്കുടിയിൽ 47 ഏക്കർ സ്ഥലം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് നൽകാനുള്ള തീരുമാനം. അതുപോലെ മറ്റൊന്ന്, സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു സ്വാമിക്ക് 118 ഏക്കർ ഭൂമി നൽകാനുള്ള തീരുമാനം. ഇതൊക്കെ ഏറ്റവും അവസാനം സംഭവിച്ച കാര്യങ്ങളാണ്, എടുത്ത തീരുമാനങ്ങളാ. ഈ മെത്രാൻ കായലിന്റെ കാര്യത്തിൽ മന്ത്രിസഭയിൽ ചില പ്രമുഖർ തന്നെയായിരുന്നു പിന്നിൽ നിന്ന് ചരട് വലിച്ചത്. പക്ഷെ സംഗതികളൊക്കെ കുഴഞ്ഞപ്പോൾ അവരൊക്കെ കൈ കഴുകി മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അന്ന് പ്രതിപക്ഷം ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തു. തീവെട്ടിക്കൊള്ള, കടുംവെട്ട് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചവര് ഇന്നത്തെ ഭരണകക്ഷിക്കാരാ. അന്ന് ഗവൺമെന്റ് അതൊക്കെ പിൻവലിച്ചു, ഉമ്മൻചാണ്ടി സർക്കാർ അതൊക്കെ പിൻവലിച്ചു. പക്ഷെ എന്നിട്ടും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് മറന്നില്ല. ജനങ്ങൾ പോലെ ഭംഗിയായിട്ട് നൈസായിട്ട് എതിരായിട്ട് വോട്ട് ചെയ്ത് UDF-നെ തോൽപ്പിച്ചു. ആ തോൽവിയുടെ ഒരു പ്രധാന കാരണം ഈ മെത്രാൻ കായൽ പോലെയുള്ള വിവാദ വിഷയങ്ങളായിരുന്നു. പക്ഷെ CPM അങ്ങനല്ല. എത്ര വിവാദം ഉണ്ടായാലും ആക്ഷേപം ഉണ്ടായാലും പിടിച്ചു നിൽക്കും. ഒരുതരം ധാർഷ്ട്യമാണ്. പിൻവലിക്കാനോ വേണ്ടെന്ന് വയ്ക്കാനോ അവര് തയ്യാറാവില്ല. അതാണ് നമ്മൾ ഈ ബ്രൂവറീസിന്റെ കാര്യത്തിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മണ്ണിനെ ആസ്പദമാക്കിയാണ് ഈ കടുംവെട്ട് തീരുമാനങ്ങൾ എടുത്തതെങ്കിൽ ഇന്ന് കള്ളിന്റെ പേരില്ല, എക്സൈസുമായി ബന്ധപ്പെട്ടതാ. പണ്ടൊക്കെ സർക്കാരുകൾ തുടക്കകാലത്ത് ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നികുതി വർദ്ധിപ്പിക്കുക, നിരക്കുകൾ കൂട്ടുക പോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവസാന സമയമാകുമ്പോഴേക്ക് കൂടുതൽ ജനഹിതമനുസരിച്ചുള്ള തീരുമാനങ്ങളാവും ഉണ്ടാവുക. പോപ്പുലിസ്റ്റ് എന്ന് പറയാവുന്ന ചില നടപടികൾ 2014 സർക്കാർ അങ്ങനെയല്ല ചെയ്തത്. അതുതന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാരും ചെയ്യുന്നത് എന്നാണ് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ 22-ാം മണിക്കൂറിൽ ബ്രൂവറിക്ക് ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് ലൈസൻസ് നൽകുമോ? പുതിയ മദ്യ വ്യാപാര ശാലകൾ അനുവദിക്കുമോ? അല്ലെങ്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ ഇടനിലക്കാരനെ വയ്ക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമോ? അല്ലെങ്കിൽ സ്വന്തം കൗൺസിലറെ, ഒരു വനിതയായ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വയ്ക്കുമോ? SFIക്കാരെയും DYFIക്കാരെയും കയറൂരി വിടുമോ? ഇന്നിപ്പോ പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോ പ്രവർത്തികളും കാണുമ്പോൾ വിനാശകാലി വിപരീത ബുദ്ധി എന്നാണ് പറയേണ്ടി വരുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.